അധിനിവേശ ശക്തികളുടെ അഹങ്കാരത്തിന് മേൽ നയതന്ത്രത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും പുതിയ ചരിത്രം എഴുതുകയാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്തെ വിറപ്പിക്കുമെന്നും 48 മണിക്കൂറിനുള്ളിൽ ഇറാനെ തകർക്കുമെന്നും അലറി വിളിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒടുവിൽ പിന്തിരിഞ്ഞോടേണ്ടി വന്നിരിക്കുന്നു. വെല്ലുവിളികൾക്കും ഭീഷണികൾക്കും ഇറാൻ നൽകിയ മറുപടി വാക്കുകളിലല്ല, മറിച്ച് പ്രായോഗികമായ പ്രതിരോധത്തിലായിരുന്നു. ഹോർമുസ് കടലിടുക്ക് എന്ന ലോകത്തിൻ്റെ ഊർജ ഞരമ്പിനെ നിയന്ത്രിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ നീക്കങ്ങൾ ട്രംപിൻ്റെ യുദ്ധതന്ത്രങ്ങളെ അപ്രസക്തമാക്കിയിരിക്കുന്നു. 5 ദിവസത്തേക്ക് സൈനിക നീക്കങ്ങൾ നിർത്തിവെക്കുന്നു എന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം കേവലമൊരു പിന്മാറ്റമല്ല, മറിച്ച് ഇറാൻ്റെ കരുത്തിനു മുന്നിൽ വൈറ്റ് ഹൗസ് പതറിപ്പോയി എന്നതിൻ്റെ പച്ചയായ തെളിവാണ്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകിയില്ലെങ്കിൽ ഇറാനെ ചുട്ടു ചാമ്പലാക്കുമെന്നായിരുന്നു ട്രംപിൻ്റെ ആദ്യ അന്ത്യശാസനം. എന്നാൽ ഈ ഭീഷണിയെ പുല്ലുവില കൽപ്പിച്ച് നേരിട്ട ഇറാൻ്റെ നിശ്ചയദാർഢ്യം ആധുനിക യുദ്ധചരിത്രത്തിലെ തന്നെ വിസ്മയമായി മാറുകയാണ്. US-ഉം ഇസ്രായേലും ചേർന്ന് നടത്തിയ സംയുക്ത ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ സ്വീകരിച്ച തന്ത്രപരമായ നിലപാടുകൾ പാശ്ചാത്യ രാജ്യങ്ങളെ ഒന്നടങ്കം പ്രതിരോധത്തിലാക്കി. ഗസയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോഴും സമാധാനത്തിൻ്റെ പാത തുറക്കാൻ പാശ്ചാത്യ ശക്തികൾ തയ്യാറാകാതിരുന്ന പശ്ചാത്തലത്തിലാണ് ഇറാൻ അതിൻ്റെ കരുത്തു കാട്ടിയത്. ഒടുവിൽ ട്രൂത്ത് സോഷ്യലിലൂടെയുള്ള ട്രംപിൻ്റെ കുറിപ്പ് സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ പോർവിളികൾ ഇറാൻ എന്ന പരമാധികാര രാജ്യത്തിനു മുന്നിൽ നിഷ്പ്രഭമായി എന്നാണ്. ഇറാൻ്റെ ഊർജ മേഖലയെയും വൈദ്യുതി നിലയങ്ങളെയും തകർക്കുമെന്ന ഭീഷണിയിൽ നിന്നും 5 ദിവസത്തെ വെടിനിർത്തലിലേക്ക് ട്രംപ് എത്തിയത് പെട്ടെന്നുണ്ടായൊരു തീരുമാനമല്ല. അത് ഇറാൻ്റെ നയതന്ത്ര വിജയമാണ്. ഹോർമുസിലൂടെയുള്ള ചരക്കുനീക്കം തടഞ്ഞുകൊണ്ട് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ സമ്മർദ്ദത്തിലാക്കാൻ ഇറാന് സാധിച്ചു. ഇതോടെ യൂറോപ്പും മറ്റു സഖ്യകക്ഷികളും പരിഭ്രാന്തരായി. ഇറാൻ്റെ പക്കലുള്ള 4000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ യൂറോപ്യൻ നഗരങ്ങളെപ്പോലും ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ളതാണെന്ന ഇസ്രായേൽ സൈനിക വക്താവ് ഇയാൾ സമീറിൻ്റെ മുന്നറിയിപ്പ് അമേരിക്കയെ കൂടുതൽ ചിന്തിപ്പിച്ചുവെന്ന് വേണം കരുതാൻ. ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയാൽ അതിൻ്റെ പ്രത്യാഘാതം അമേരിക്കയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കുമെന്നും പെൻറ്റഗൺ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇറാൻ പ്രതിനിധി അലി മൂസവിയുടെ വാക്കുകളിൽ ഒരു വിജയിയുടെ ആത്മവിശ്വാസമുണ്ട്. ശത്രു രാജ്യങ്ങളുടേതല്ലാത്ത കപ്പലുകളെ തടയില്ലെന്നും അന്താരാഷ്ട്ര ഏജൻസികളുമായി സഹകരിക്കാൻ തയ്യാറാണെന്നുമുള്ള നിലപാട് ഇറാൻ്റെ മാന്യമായ നയതന്ത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ തങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന ഉറച്ച നിലപാടിൽ നിന്ന് അവർ ഒരിഞ്ച് പോലും പിന്നോട്ട് പോയിട്ടില്ല. ഇത് കേവലം ഒരു വിട്ടുവീഴ്ചയല്ല, മറിച്ച് തുല്യ ശക്തികൾ തമ്മിലുള്ള ചർച്ചകളിലേക്കുള്ള വഴി തുറക്കലാണ്. ഫെബ്രുവരി 28 നടന്ന ആക്രമണങ്ങളിൽ 2000-ഓളം ഇറാനികൾ കൊല്ലപ്പെട്ടപ്പോഴും തളരാതെ നിന്ന ജനതയുടെ പോരാട്ട വീര്യത്തിന് മുന്നിലാണ് ട്രംപ് ഇന്ന് തല കുനിച്ചിരിക്കുന്നത്. ഈ 5 ദിവസത്തെ ഇടവേള ഒരു പൂർണ്ണ യുദ്ധവിരാമത്തിലേക്ക് നയിക്കുമെന്ന് തന്നെയാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. ഭീഷണികൾ കൊണ്ട് ഇറാനെ മുട്ടുകുത്തിക്കാമെന്നത് വ്യാമോഹം മാത്രമാണെന്ന് അമേരിക്ക മനസ്സിലാക്കിയിരിക്കുന്നു. ട്രംപിൻ്റെ പതർച്ച ഇസ്രായേലിനും വലിയൊരു തിരിച്ചടിയാണ്. പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങൾ മാറി മറിയുകയാണ്. ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി കേവലം സൈനികം മാത്രമല്ല, അത് രാഷ്ട്രീയവും സാമ്പത്തികവും കൂടിയാണെന്ന് ഹോർമുസ് പ്രതിസന്ധി തെളിയിച്ചു. യുദ്ധത്തിൻ്റെ പാതയിൽ നിന്നും ചർച്ചകളുടെ മേശകളിലേക്ക് ട്രംപിനെ വലിച്ചിഴച്ചു കൊണ്ടുവരാൻ ഇറാന് സാധിച്ചു എന്നത് ചരിത്രപരമായ വിജയമാണ്. വരും ദിവസങ്ങളിൽ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് പശ്ചിമേഷ്യയിലെ പുതിയൊരു ശാന്തിയുടെ പുലരിക്കായിരിക്കാം. അത് ഇറാൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രം സാധ്യമായ ഒന്നായിരിക്കും. Waytonikah.com, the exclusive Muslim matrimonial site.